ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർട്ടക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. ആൾട്ടർനേറ്റർ അതുപോലെ ഫെൻഡറിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടോ, ഇത് MGP കവറിലല്ല വന്നേക്കണേ, കാരണം ഇന്ന് MGP കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഫെൻഡറിൻ്റെ സെയിം കമ്പനി തന്നെ മേടിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഇതാണ് ബെൽറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാറുന്ന AC യുടെ ബെൽറ്റ് അല്ല, ഇത് മറ്റേ നമ്മുടെ വാട്ടർ പമ്പിൻ്റെയും ആൾട്ടർനേറ്ററിൻ്റെയും വരുന്ന ബെൽറ്റാണ്. അപ്പോൾ AC യുടെ അയച്ചു കഴിഞ്ഞാലാണ് അത് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും ഉണ്ട്. ഇപ്പോൾ AC യുടെ നമ്മൾ തൽക്കാലം മാറേണ്ട ആവശ്യമില്ലെങ്കിലും AC ഇത്തിരി വില കൂടുതലോ, 800 രൂപ റേഞ്ച് വില വരുന്നുണ്ട്. മാറുന്നുണ്ടെങ്കിലും രണ്ടും മാറ്റുന്നത് ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഇത് അഴിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഈ ഒരു ഭാഗം അഴിച്ച് മാറ്റാനാണ് നല്ലത്. വേണത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉരിയിടാം. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ കൂടെ ഉരി മാറ്റിയേക്കാം. എന്നിട്ട് ഈ ഭാഗം അങ്ങനെ തന്നെ ഉരി മാറ്റാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം അങ്ങനെ തന്നെ കൂടെ ഉരി മാറ്റാം. ഇനി ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഈ ബെൽറ്റ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഈ ബെൽറ്റ് ഊരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ടൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഈ ഒരു ബോൾട്ട് അങ്ങോട്ട് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് നമ്മൾ ആൾട്ടർനേറ്റർ കൂടെ വലിപ്പിക്കാൻ പറ്റും. അപ്പോൾ ബെൽറ്റ് ലൂസാവും. എന്നിട്ട് അടിയിൽ പോയിട്ട് AC യുടെ ബെൽറ്റ് കൂടെ ഊരണം, എന്നാലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ ഇതിവിടെ കാണാൻ പറ്റും AC യുടെ ടെൻഷനറിൻ്റെ ഒരു ഇതുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു 14-ൻ്റെ സ്പാനർ ഇട്ടിട്ട് അഴിച്ചാൽ മതി. കണ്ട അങ്ങനെ അഴിച്ചതിന് ശേഷം അത് ലൂസാക്കിയിട്ടാൽ മതി. എന്നിട്ട് ഇവിടെ അതുപോലെ തന്നെ 14 എടുത്തിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് ഇറങ്ങി വരും. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് കാണാൻ പറ്റും, ഇറങ്ങി വരുന്നത്. ടെൻഷൻ ഇറങ്ങി വരുമ്പോൾ നമുക്ക് പിന്നെ AC യുടെ ബെൽറ്റ് ഫുള്ള് ഫ്രീ ആക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ AC യുടെ ബെൽറ്റ് ഇവിടെ നിന്ന് ഊരിയിടാൻ പറ്റും. ഇതിന് ഊരിയിട്ടാൽ മതി. ഇത് ജസ്റ്റ് ഇങ്ങനെ ഊരി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബെൽറ്റ് കയറ്റാൻ പറ്റും. ബാക്കി നമുക്ക് മുകളിൽ നിന്ന് ഊരേണ്ടത്. അപ്പോൾ ഇത് മാറണൊക്കെ മുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് അഴിച്ചിട്ട് ഇതൊക്കെ മാറ്റാം. ഇതിപ്പോൾ ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ബെൽറ്റ് AC യുടെ ബെൽറ്റ് ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെൽറ്റ് ഊരിയെടുക്കാം. ഇത് ഒരു 12-ൻ്റെ ഇട്ടിട്ട് ആൾട്ടർനേറ്റർ അയച്ചിടാണ്, അയച്ചാൽ മതി. ഇപ്പോൾ പൈപ്പുമൊക്കെ കൊള്ളാണ്ട് നോക്കണം കേട്ടോ, കാരണം ഇതിൻ്റെ നമ്മുടെ ബ്രേക്ക് പൈപ്പുമൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്തിട്ടേ ഇതിങ്ങനെ ഇവിടെ വലിച്ചാൽ മതി. കണ്ട ആൾട്ടർനേറ്റർ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഊരിപ്പോരും. ഇപ്പോൾ ഇവിടെ കണ്ട ഇത് കംപ്ലീറ്റ് പോയി കിടക്കണ്ട, അത് ബെൽറ്റ് കിടന്ന് പൊടിഞ്ഞ് ഓടിയ ഇതൊക്കെ കാണുന്നുണ്ട്. ബെൽറ്റിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് അതുകൊണ്ടാണ് ഇതിന് ബെൽറ്റിലൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഊരി എടുക്കട്ടെ. ഇത് ഇവിടുന്ന് വെറുതെ ഇവിടെ നിന്ന് ഊരി എടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ തിക്കി ഊരി പോരും. എന്നിട്ട് നമുക്ക് ഇത് സൈഡിൽ കൂടി ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും. ഊരി എടുക്കട്ടെ, കാണിച്ചു തരാം. ഈ AC യുടെ ഇങ്ങോട്ട് ശരിക്കും ഒന്ന് മാറ്റി വയ്ക്കണം. മാറ്റി ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും. കണ്ടോ ഇതിൻ്റെ അവസ്ഥ കണ്ടോ, ഇത് കംപ്ലീറ്റ് മോശം വരുന്നത്. ഇവിടെ സ്ലിപ്പായി ഒന്നുമില്ല, പോയി കംപ്ലീറ്റ് പോയി കിടക്കുക. ഇത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഈ സാധനം പോയാലുള്ള ചാർജിങ് കേരളം വരാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പുതിയ ബെൽറ്റ് ഇടണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത്രയ്ക്കധികം തേഞ്ഞ് പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇരുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിതിനി മാറ്റണം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഊരിയ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ ഒരു പൊസിഷനിൽ കൂടി കൊണ്ടുപോയിട്ട് ഈ ഇതിൻ്റെ മെയിൻ പുള്ളിയിലേക്ക് ഇടണം. ആദ്യത്തെ പുള്ളിയിലേക്ക് ഇടണം. ഇത് രണ്ടാമത് ആദ്യത്തെ പുള്ളി കൂടി കയറ്റി അകത്തേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ആൾട്ടർനേറ്ററിലേക്ക് വലിച്ചിടണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ബെൽറ്റ് കയറ്റിയിട്ടേ ഇട്ടാൽ മതി. അപ്പോൾ ഇത് മാക്സിമം ഇങ്ങോട്ട് ലൂസാക്കിയിട്ട് വലിച്ചു പിടിക്കണം. ആൾട്ടർനേറ്റർ ഫുള്ള് ഇങ്ങനെ തള്ളി വെച്ച് കഴിഞ്ഞാൽ ഇടാൻ എളുപ്പമുണ്ടാവും. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ടാൽ മതി. ഇത് കറക്റ്റ് പുള്ളിയിൽ വീണിട്ടുണ്ടോ നോക്കണ്ട. എല്ലാം കണ്ട ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ പുള്ളിയിലും വീണിട്ടുണ്ടോ നോക്കണം. അടിയിലും അതുപോലെ തന്നെ കറക്റ്റാക്കി ഇടണം. എന്നിട്ട് ഇത് നമ്മളിങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊരു ശരിക്കും ഒരു ടോർക്ക് ഉണ്ട്. അതായത് നമ്മൾ സ്ലാക്ക് നോക്കുമ്പോൾ അത് 8-ൻ്റെയും 10-ൻ്റെയും 8 mm 10 mm ഗ്യാപ്പിലായിരിക്കണമെന്നുണ്ട്. അതുപോലെ മറ്റേത് 6 to 8 ആണ് AC യുടെ. അപ്പോൾ നമ്മളത് ഒരു ആവറേജ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് എന്തെങ്കിലും പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കണം. എന്തെങ്കിലും ഇടയിലിട്ടിട്ട് അവിടെ തിക്കിയിട്ട് മുറിക്കാൻ മതി. ഞാൻ എടുത്തോണ്ടിട്ട് എന്തെങ്കിലും ഞാനൊന്ന് ശരിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ എയർ ഫിൽറ്ററിൻ്റെ ആ ബോക്സും കൂടി ഉരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മാറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ട ഇതിങ്ങനെ കറക്റ്റായിട്ട് ഈ പുള്ളിയിൽ, അത് ഇതിൻ്റെ മുകളിലേക്കൊന്നും കയറി കിടക്കരുത്. കറക്റ്റ് ഈ പുള്ളിയുമ്പോൾ ആ ലൈനിൽ തന്നെ വന്ന് വീഴണം. കണ്ട ഇവിടെയാണ് ഹാർമോണിക് ബാലൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് ഈ ഹാർമോണിക് ബാലൻസ്. ഡിഗ്രി കാണാൻ പറ്റും. കണ്ട
0 to ഇങ്ങനെ കിടക്കുന്നുണ്ട് ഹാർമോണിക് ബാലൻസറിൽ. ഇതാണ് ഓക്കെ. അപ്പോൾ ഇത് അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ടേ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് മുറിക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും തിക്കായിട്ട് ഓക്കെ എന്നിട്ട് തിക്കിയിട്ടേ നമ്മളൊരു ഉദ്ദേശം ടൈറ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു പൊസിഷനിൽ നിർത്തിയിട്ട് മുറിക്കിയാൽ മതി. നമ്മൾ ഞെക്കി വെക്കാം. അതായത് പറയണത് വേണ്ട 10-8 ഇടയ്ക്ക് നിർത്തിയിട്ട് മുറുക്കി കളഞ്ഞാൽ മതി. അധികം ടൈറ്റ് ആവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. അധികം ടൈറ്റ് ആയി കഴിഞ്ഞാൽ തേയ്മാനം കൂടും, ലൂസായി കഴിഞ്ഞാൽ അത് സ്ലിപ്പ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് നോക്കണം. പിന്നെ എന്തായാലും ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം നല്ലതാണ്. കാരണം ഒന്ന് ഓടിക്കഴിയുമ്പോൾ ഒന്ന് ലൂസ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒന്ന് അമരണം, കണ്ടാൽ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ നോക്കേണ്ടത്. ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ ഞെക്കുമ്പോൾ ഒന്ന് അമരണം. ഒടുക്കത്തെ ടൈറ്റായിട്ടൊന്നും ഇരിക്കരുത്. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ഭയങ്കര ടൈറ്റൊന്നും പാടില്ല, ഇങ്ങനെ ഞെക്കുമ്പോൾ അമരണ രീതിയിൽ മുറിക്കാൻ മതി. ഇനി നമുക്ക് എ സിയുടെ ബെൽറ്റും കൂടി എടുത്തിടാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും, മുകളിൽ നിന്ന് കാണാൻ പറ്റും എ സിയുടെ ബെൽറ്റ് ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ എടുത്തിടാം. അതൊക്കെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ മുകളിൽ പിടിക്ക്. അപ്പോൾ എ സിയുടെ ബെൽറ്റും ഇതുപോലെ ഇവിടെ കംപ്രസർ, ഇതാണ് കംപ്രസറിലേക്ക് വീണിട്ടുണ്ടോ നോക്കണം കേട്ടോ. കംപ്രസറിൽ കറക്റ്റായിട്ട് വീഴണം. അപ്പോൾ നമ്മളൊന്ന് പതുക്കെ ഒന്ന് കറക്കി കഴിഞ്ഞാൽ കംപ്രസറിലേക്ക് ഇടാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, അവിടെ വീണിട്ടുണ്ട്. ഇനി ടെൻഷനിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ടെൻഷനിൽ ടൈറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ താഴ്ത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടെൻഷനിലേക്ക് കറക്റ്റായിട്ട് ഇടുക. ടെൻഷനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ടെൻഷനർ അങ്ങോട്ട് നമ്മൾ ലൂസ് ചെയ്ത് അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് കഴിയുമ്പോൾ ടെൻഷൻ ടൈറ്റായി പോകാൻ കാണാൻ പറ്റും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ മുറുക്കുക. അപ്പോൾ ആദ്യം ഇവിടെ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുത്തെ നെട്ട് മുറുക്കി കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളായിരിക്കുമ്പോൾ ടെൻഷനർ വെറുതെ ഒന്ന് കറക്കി നോക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ കിരികിരാന്ന് എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബെയറിങ് മാറ്റിയാൽ മതി. ഇത് ബെയറിങ് മാറ്റാൻ പറ്റും. അത് ഇവിടുത്തെ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഊരിപ്പോരും. ആ ബെയറിങ് നമുക്ക് മാറ്റാനും പറ്റും. അപ്പോൾ നമ്മളിത് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ഇനി ടൈറ്റ് ചെയ്യണം. അത് നമ്മളിതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് നോക്കണം. അതിനും ഇതുപോലെ ഒരു മിനിമം ഒരു ലോഡ് നമ്മൾ കൊടുക്കണം. ഒരു 6 to 8 ആണ് അതിന് പറയണത്. അപ്പോൾ ആ രീതിയിൽ ടൈറ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് മുകളിൽ പോയിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കാം എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ വേണ്ട ഇതുപോലെ ഒന്ന് ഞെക്കി നോക്കണം. അപ്പോൾ ഇത് ഇത്തിരി കൂടിയൊക്കെ ടൈറ്റ് ആവാണ്ട്, കുറച്ചും കൂടി ടൈറ്റ് ആക്കണം, അല്ലെങ്കിൽ സ്ലിപ്പ് വരും. അപ്പോൾ ഇതും അതുപോലെ തന്നെ അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ടെൻഷനറിൻ്റെ ഇവിടുത്തെ നെട്ട് മുറുക്കണം കേട്ടോ. ഒരു 14 ഇട്ടിട്ട് നോക്കണം. അപ്പോൾ ഇത് പാടായിരിക്കും കയറാനായിട്ട്. അതിലേക്ക് കയറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ കാര്യം ചെയ്താൽ മതി. ഡബിളിൻ്റെ സ്പാനറിട്ടങ്ങ് മുറിക്കാൻ മതി. അപ്പോൾ നമ്മൾ എല്ലാം മുറുക്കിയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ അഴിച്ച സാധനങ്ങളൊക്കെ തിരിച്ചതുപോലെ ഇട്ടാൽ മതി. പിന്നെ വെറുതെ വീഡിയോൻ്റെ ലെങ്ത് ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ചതുപോലെ ഇട്ടാൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ഇത് മാറ്റണത്. വളരെ എളുപ്പമാണ് മാറ്റാനായിട്ട്. പിന്നെ ആകെ സ്പാനർ 1-2 സ്പാനർ 12-14 ഒരു റിങ് മാത്രം മതി. വേറെ ഒന്നും വേണ്ട. ഒരു ഡബിൾ എൻഡും പിന്നെ ഒരു ലിവറും. ഇത്രേ ഉള്ളൂ മാറാനായിട്ട്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് അല്ലാതെ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ മാറിയ ഒരു ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബെൽറ്റ് മാറാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണെങ്കിലും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ബെൽറ്റ് ലൂസ് ആവാൻ മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക. കാരണം മഴയത്ത് ഇത് സ്ലിപ്പ് ആവാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഓടി വർഷാപ്പിലേക്ക് പോകും. അതൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം വീഴുമ്പോൾ സ്ലിപ്പ് ആവണമെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യണം നല്ലതാണ്. അല്ലെങ്കിൽ എന്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തേഞ്ഞിട്ട് ഇതുപോലെ ആയിപ്പോകും ബെൽറ്റ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ലൂസ് നോക്കിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അധികം നാൾ നിന്നോളും. ബെൽറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ലൈഫൊന്നും പറയാൻ പറ്റില്ല. കാരണം പുള്ളിയുടെയും എല്ലാത്തിനും അനുസരിച്ചിരിക്കും. ഇപ്പോൾ ആൾട്ടർനേറ്ററിൻ്റെ എല്ലാ പുള്ളിയും പക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 10-25,000-30,000 കിലോമീറ്റർ വരെയൊക്കെ ബെൽറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്ക് നോക്കണം. കാരണം പ്രത്യേകിച്ച് ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് എപ്പോഴും നോക്കണം. അത് വണ്ടി വഴി കിടക്കുന്ന ഒരു പരിപാടിയാണ്. എ സി ഇല്ലെങ്കിൽ എ സി ഇല്ല നമുക്ക് അങ്ങനെ ഓടിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ബെൽറ്റ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൈഫ് കിട്ടും. പിന്നെ നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റിന് വലിയ വിലയുമില്ല. ഒരു 200-220 ആ റേഞ്ച് വിലയുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ലോഡ് വന്നത്. എ സിയെക്കാട്ടിലും കൂടുതൽ അതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും 24 hours എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യും. ഓടുമ്പോഴൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ എ സി നമ്മൾ ഇടുമ്പോൾ മാത്രമേ അതിൽ ലോഡ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.